ലീഡർ കെ കരുണാകരന് ശേഷം കൃത്യമായും അണികൾക്ക് ഇത്രയേറെ ആവേശം നൽകിയിട്ടുള്ള, മൊറയിൽ ബൂസ്റ്റ് നൽകിയിട്ടുള്ള ഒരു നേതാവ് കുമ്പക്കുടി സുധാകരനോളം ഉണ്ടോ എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് കണ്ണൂരിൽ ഇപ്പോഴും കെ സുധാകരൻ എന്ന് പറയുമ്പോൾ കൃത്യമായും CPIM പത്തിമടക്കി മര്യാദരാമന്മാരായി മിണ്ടാതിരിക്കുന്നത്. അതെ, കെ സുധാകരൻ ധർമ്മടത്ത് കോൺഗ്രസ് ഓഫീസിൻ്റെ ഉദ്ഘാടനം നടത്തിക്കൊണ്ട് പറഞ്ഞ ഒരു വാക്ക് ശ്രദ്ധേയമാണ്. പിണറായി വിജയൻ 50,000-ലേറെ വോട്ടുകൾക്ക് ജയിച്ച ധർമ്മടത്ത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കെ സുധാകരന് വമ്പിച്ച മുൻതൂക്കമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഉത്തരവും അദ്ദേഹം തന്നെ കൊടുത്തു. അവിടെ CPIM സ്ഥാനാർത്ഥിയായി മത്സരിച്ച MV ജയരാജനെ 1,10,000 വോട്ടുകൾക്ക് തറപറ്റിച്ചാണ് കണ്ണൂരിൽ കെ സുധാകരൻ 3ാം തവണയും MP ആയി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഒന്നാലോചിക്കൂ, പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന മട്ടന്നൂരും ധർമ്മടവും തളിപ്പറമ്പുമൊക്കെ കെ സുധാകരന് ഇപ്പോൾ വലിയ തോതിൽ പച്ച പരവതാനി വിരിച്ച് നിൽക്കുന്നു. കൃത്യമായി കെ സുധാകരൻ ഒരു കാര്യം പറഞ്ഞു: എനിക്ക് വേണമെങ്കിൽ നിഷ്പ്രയാസം ഇപ്പോൾ CPIMൻ്റെ ഓഫീസുകൾ തച്ചുടയ്ക്കാം. അതിന് എൻ്റെ 10 കുട്ടികളെ വിട്ടാൽ മതി. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ് എൻ്റെ പ്രിയപ്പെട്ട സഹാക്കളോട് ഞാൻ പറയുന്നതെന്ന് കെ സുധാകരൻ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഒരു ഓർമ്മപ്പെടുത്തലാണത്. അല്ലെങ്കിൽ എന്നെപ്പോലൊരാൾ ഇവിടെ വന്ന് ഈ ലോക്കലുകളോട് തായം കളിക്കേണ്ട കാര്യമില്ല. കൃത്യമായി കെ സുധാകരൻ ഓർമ്മിപ്പിച്ചു. അതായത് 1991-95 കാലഘട്ടത്തിലാണ് രക്തവിപ്ലവം തന്നെയായിരുന്നു കണ്ണൂരിൽ CPIM കോൺഗ്രസ് തമ്മിലെ രൂക്ഷമായ നേർപോര്. അന്ന് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു, കരുത്തായിരുന്നു കണ്ണൂരിൽ കെ സുധാകരനെങ്കിൽ ഇപ്പോൾ കേരളത്തിന് മുഴുവൻ കരുത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വന്നാൽ മതി, ഞാൻ വരേണ്ട ആവശ്യമില്ല, CPIMനെ കൃത്യമായി ഒതുക്കാൻ മാർട്ടിൻ ജോർജ് മതിയെന്ന് കെ സുധാകരൻ അടിവരയിട്ട് പറഞ്ഞത്. അതിനകത്ത് ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. കൃത്യമായ വിശകലനമാണ് കെ സുധാകരൻ നടത്തിയിരിക്കുന്നത്. പിണറായി വിജയനെ എടോ എന്ന് വിളിക്കാൻ കേരള രാഷ്ട്രീയത്തിൽ കരുത്തനായ ഒരു നേതാവേ കോൺഗ്രസിൽ ഇപ്പോൾ ഉള്ളൂ, അത് കുമ്പക്കുടി സുധാകരൻ മാത്രം. കൃത്യമായ അളവുകോൽ തന്നെയാണ് CPIMന് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന ക്രൂരതയും കൊള്ളിവെപ്പുമൊക്കെ ഞാൻ എൻ്റെ കുട്ടികളും മറന്നിട്ടില്ല. അത്രയേറെ പോരാട്ടമായിരുന്നു. ഒരു വേളയിൽ വിവാഹം തന്നെ വേണ്ട എന്ന് വെച്ച് പാർട്ടിക്കായി ജീവിതം സമർപ്പിക്കാൻ ശ്രമിച്ച കെ സുധാകരൻ പിൽക്കാലത്താണ് തൻ്റെ 39ാം വയസ്സിൽ വിവാഹിതനാകുന്നത്. അതുവരെയും CPIMൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരെ നിരന്തരമായ പോരാട്ടമായിരുന്നു. കണ്ണൂരിൽ കോൺഗ്രസ്സുകാരെ പലരെയും കുടുംബമില്ലാതാക്കാൻ വേണ്ടിയും അനാഥരാക്കാൻ വേണ്ടിയും തെമ്മാടിത്തരം കാണിച്ച CPIMൻ്റെ ധാർഷ്ട്യം എന്താണെന്ന് കൃത്യമായി അടിവരയിട്ട് തന്നെ കെ സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ വിരട്ടലും ഊക്കലുമൊന്നും ഇങ്ങോട്ടേക്ക് വേണ്ട കേട്ടോ എന്ന് സുധാകരൻ അടിവരയിട്ട് പറയുന്നു.